ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പഴമയുടെ രുചിയുള്ള രസക്കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ പച്ചരി ഇട്ട് വറുത്തെടുക്കാം. പച്ചരി നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനായി ഒരു കുക്കർ എടുക്കാം. ഇതിലേക്ക് 200 ഗ്രാം മത്തനും 200 ഗ്രാം ഇളവനും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിലിന് ശേഷം ഗ്യാസ് ഓഫാക്കി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. കുക്കറിലെ ആവി പോകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 4 കാന്താരി മുളകും 3 ഉണക്കമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും കുരുമുളകും ഉലുവയും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. വെന്തു വന്ന കഷ്ണങ്ങളിലേക്ക് ഒരച്ച് ശർക്കരയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ അടുപ്പിലേക്ക് വയ്ക്കാം. കഷ്ണങ്ങളിലേക്ക് മധുരം പിടിച്ചതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം 3/4 ഗ്ലാസ് തൈരിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ജാറിലിട്ട് അടിച്ചതിന് ശേഷം മോര് പരുവത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കുന്നതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയിടാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളകും 2 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.